ഞാനിന്നൊരു കാര്യം പറയാൻ ഇന്നത്തെ കാലത്ത് സത്യത്തിന് ഒരു വിലയില്ല, ഒരു വിലയില്ല. നുണകൾക്കാണ് ഇന്നത്തെ കരുത്തിട്ട് വലിയ വിലകൾ. നുണ എവിടെ പറയുന്നു അവരെ ജയിച്ചിരിക്കും. അവരാണ് എന്നും എല്ലാവരുടെ മുന്നിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കുന്നത്. പക്ഷെ സത്യം പറയുന്നവരോ എന്നും പുറന്തള്ളപ്പെട്ടിട്ടേ. കാരണം എല്ലാവർക്കും നുണയാണ് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കേണ്ടത്. സത്യം ആർക്കും കേൾക്കാൻ ഇഷ്ടമല്ല. എനിക്ക് സത്യാവസ്ഥ പറഞ്ഞാൽ പോലും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പോലും അവർക്കില്ല. അവർക്കിങ്ങനെ നുണ കേൾക്കണം, അത് വിശ്വസിക്കുക, പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാമെന്ന് മെനക്കടില്ല. ആ നുണ അതവരെ വിശ്വസിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു. എങ്കിൽ ഇപ്പുറത്തുള്ള ആളുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിക്കാൻ പോലും അവർ മെനക്കെടാറില്ല. സത്യമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് നുണകൾക്കാണ് ഏറ്റവും കൂടുതലും നുണകളാണ് ഇന്ന് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ ജയിക്കും കേട്ടോ. കുറച്ച് നാളൊക്കെ ഈ നുണ ഇങ്ങനെ പറഞ്ഞത് തന്നെ എന്തെങ്കിലും തലമിനെ പറഞ്ഞിങ്ങനെ കുറച്ച് നാൾക്ക് നിൽക്കും. പക്ഷെ ഈ നുണ ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴുന്ന ഒരു ദിവസമുണ്ട്. അന്ന് സത്യമായിരിക്കും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതിനുശേഷം കുറച്ച് കാലതാമസം വരും കേട്ടോ, കുറച്ച് കാലതാമസം വരും. പക്ഷെ എന്നാലും സത്യം ജയിക്കും. അതിൽ പറയുന്നവർ ചിന്തിക്കുന്നില്ല, അതിൽ പറയുന്നവരൊക്കെ ചിന്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇന്നത്തെ കാലത്ത് എന്താണെന്നറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. ഇങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തും പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സത്യത്തിനൊരു വിലയില്ല രേഷ്മ, ഇന്നത്തെ കാലത്ത് സത്യത്തിനൊരു വിലയില്ലാടി, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നുണകളാടി വിജയിക്കുന്നതെന്ന് പറഞ്ഞത്. അങ്ങനൊന്നും അല്ല കേട്ടോ എന്ന് നമ്മൾ കൂട്ടും. പക്ഷേങ്കിൽ ഇന്നതൊക്കെ മാറിയിട്ട് ഇപ്പം എന്താ പറയണ്ടേ, കള്ളം പറയണം. കള്ളം പറഞ്ഞാൽ മാത്രമേ ഇന്ന് ജീവിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞുകൊണ്ടല്ലോ നമുക്കൊന്നും ഒരു വിലയില്ലാന്ന്. സത്യത്തിനൊന്നും ഒരു വിലയില്ല. കള്ളം പറയാൻ പഠിക്കണം, നല്ലപോലെ കള്ളം പറയാൻ പഠിക്കണം. പക്ഷെ എനിക്കൊരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. മറ്റൊരാളുടെ ജീവിതം താറുമാറാക്കുന്ന രീതിയിൽ നമ്മളൊരിക്കലും കള്ളം പറയണം. നമ്മുടെ ജീവിതത്തിൽ കള്ളം പറയാത്തവരാവില്ലേ, ഞങ്ങളും എല്ലാവരും കള്ളം പറയും. പക്ഷേങ്കിൽ മറ്റൊരാളുടെ ജീവിതം തകരുന്ന രീതിയിലുള്ള കള്ളങ്ങൾ നമ്മൾ ഒരിക്കലും പറയരുത്. അങ്ങനെ കേട്ടോ. സത്യമായിട്ടും ഞാൻ അങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുകയാട്ടോ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, സത്യം എന്താണെങ്കിലും ഞങ്ങളിപ്പോൾ വിളിച്ചു പറയും. അതൊരുത്തുണ്ട്, ആരെ നോക്കില്ല, മുഖം നോക്കാതെ ഞാൻ ഉള്ളതുപോലെ വിളിച്ചിറങ്ങുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ശത്രുക്കളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വേറൊരു സത്യം കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നതെന്നോ, ഈ മണ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണെന്ന് എനിക്കറിയില്ല. ആർക്കെന്ത് കിട്ടാനായിട്ടാണ് ഇങ്ങനെ മണ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. ഏറ്റടുത്ത് കഴിഞ്ഞ ഒരാളിങ്ങനെ എന്തെന്ന് പറഞ്ഞു, ഇന്നപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചിന്തിച്ച്, എന്താണ് ഇവരിങ്ങനെ, അവരെന്തിനാണ് ഇങ്ങനെ ഇവരെക്കുറിച്ച് ഇങ്ങനെ കള്ളം പറയാനേ? അവർ വരുന്നവർക്ക് ഭയങ്കര വിഷമം. അത് മുഴുവൻ കള്ളമാണ് രേഷ്മ. പക്ഷെ അതെങ്ങനെ ഞാൻ തെളിയിക്കും? ഞാൻ എന്ത് പറയാനാണ്, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയും. അത് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നുണയാണ് വിജയിക്കുന്നത്. സത്യത്തിന് യാതൊരു വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാലം പഴകം തോന്നുന്നു സത്യത്തിന് യാതൊരു വിലയില്ല. ഇന്നിപ്പം നുണയ്ക്കാണ്, കള്ളങ്ങൾ പറയുന്ന ആൾക്ക് നല്ല രീതിയിൽ പുരോഗമനം. പക്ഷെ സത്യങ്ങൾ വിളിച്ച് പറയുന്നയാൾ എന്നും തെറ്റാണ്, കള്ളങ്ങൾ പറയുന്നയാളാണ് എന്നും ശരി. അങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ പോക്ക്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഈ 2026 ഉണ്ടെന്ന് നോക്കിയിട്ട് സത്യം പറയുന്നവരെ ലോകം ഒന്ന് അംഗീകരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ ഭഗവാൻ, ഏതൊരു പ്രാർത്ഥന മാത്രമേ 2026